ശ്രീ യുവരാജ് ഗോകുൽ, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അവധിക്കാലം ചിലവഴിക്കാൻ അങ്ങനെ കരുതാം, അദ്ദേഹം കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് യാത്ര പോകുന്നു. അപ്പോൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ ഇത്തവണ മത്സരിച്ച വി മുരളീധരൻ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയെ താരതമ്യം ചെയ്യുന്നത് നിറോ ചക്രവർത്തിയുമായിട്ടാണ്. അതായത് റോം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുന്ന നിറോ ചക്രവർത്തിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. എന്താണ് ആ താരതമ്യത്തിൻ്റെ അർത്ഥം? ഇപ്പോൾ പ്രധാനമന്ത്രി വിദേശയാത്രകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി മുതൽ കൊടും വെയിൽ അടക്കമുള്ള ചൂടടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഭരണ സംവിധാനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഒരു യാത്ര മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം പോകുന്നതിൽ നിറോ ചക്രവർത്തിയുമൊക്കെയായി താരതമ്യം ചെയ്യുന്നതിൻ്റെ ഔചിത്യം എന്താണ് BJP-യുടെ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് 13 വർഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട്. ശ്രീ ഗോപികൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുമുണ്ട്. അദ്ദേഹം എപ്പോഴെങ്കിലും തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വിദേശയാത്ര നടത്തുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം RTI ഫയൽ ചെയ്ത് തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര ദിവസം അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ടെന്ന്. അദ്ദേഹം ഒരു ദിവസം പോലും തൻ്റെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തത് പോലും ഇന്ന് വരെ ഒരു RTIയിലും നമുക്ക് വെളിപ്പെട്ട് കണ്ടിട്ടുമില്ല. അല്ലെ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് വരെ ഒരു ദിവസം ലീവ് എടുക്കുന്ന പോലും, ഒരു തുമ്മൽ വന്ന പോലും അദ്ദേഹം ലീവ് എടുക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല. നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹം ഇരിക്കട്ടെ, അത് മറ്റൊരു വശമാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ യാത്ര അദ്ദേഹമായിട്ട് താരതമ്യം, നീറോ ചക്രവർത്തിയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞു. ഗോപികൃഷ്ണൻ തന്നെ ചോദിച്ച ചോദ്യത്തിലുണ്ടായിരുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇടതുപക്ഷം പറയുന്നത് മാത്രമല്ല, നമുക്കറിയാം. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ 10, 60, 70 ദിവസത്തോളം സമരം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുട്ടികളോട് ഇവർ പറഞ്ഞത് കേരളത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും ജോലി തരാനും നിവൃത്തിയില്ല, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി 58,000 കോടി രൂപ വാങ്ങിയിട്ട് വരൂ എന്നൊക്കെയാണ് പല CPM-ൻ്റെ നേതാക്കളും ഈ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതായിട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് 8 മാസമായിരുന്നു, അതുകൊണ്ട് 2 മാസത്തെ പെൻഷൻ എന്തോ കൊടുത്തു, ഇനി 6 മാസത്തെ കൊടുക്കാനുണ്ട്. ഇത് കേരളത്തിൻ്റെ ഒരു ദുരിതകാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അവധിയെടുത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്കൊന്നും പോകാൻ തലയിടുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മുഖ്യമന്ത്രി 19 ദിവസമൊക്കെയാണ് അവധി എടുത്തിട്ട് പോകുന്നത്. അത് 3 വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഈ 3 വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം അവിടെ ചെലവഴിക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ചെലവിൽ വരിക? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇക്കണോമി ക്ലാസ്സിൽ ഈ പോകുന്ന ആൾക്കാരുടെ ടിക്കറ്റിൻ്റെ ഫെയർ ഇട്ട് നോക്കുമ്പോൾ തന്നെ, ഏറ്റവും കുറഞ്ഞ ഫെയർ ഇട്ട് നോക്കുമ്പോൾ തന്നെ 7 ലക്ഷം രൂപ വരുന്നുണ്ട്. അവർ പോകുന്ന ഇക്കണോമിക് ക്ലാസ്സിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അത്രയും കുറഞ്ഞ ഫെയറിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ടിക്കറ്റിൻ്റെ ഫെയർ മാത്രമായിട്ട് വരിക. ഇതിനുള്ള വരുമാനം എവിടെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉള്ളത്? ഒരു മുഖ്യമന്ത്രി മാത്രമല്ല പോകുന്നത്, മറ്റൊരു മന്ത്രിയും കൂടെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 മന്ത്രിമാർ, സംസ്ഥാനത്തെ 2 മന്ത്രിമാർ 19 ദിവസം അവധിയൊക്കെ എടുത്ത് 3 വിദേശ രാജ്യങ്ങളിൽ ഉല്ലാസയാത്രയ്ക്ക്, സുഖവാസത്തിന് പോവുകയാണ്. ഇത് കേരളത്തിൽ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? ഇത്രയും ദിവസത്തേക്ക് ഇപ്പോൾ ചികിത്സയ്ക്ക് പോകുന്നു, നമുക്ക് മനസ്സിലാക്കും. ഒരു വ്യക്തിക്ക് അസുഖം വന്നു, ആ വ്യക്തിക്ക് ചികിത്സിക്കണം, മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ്, അവിടേക്ക് പോകുന്നു, നമുക്ക് മനസ്സിലാക്കാം. 19, 30, 50 ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട്, കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കേട്ടുകേൾവി നമ്മുടെ ഈ രാജ്യത്ത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്നവര് ഞങ്ങൾ ലളിത ജീവിതം, അല്ലല്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഗോപികൃഷ്ണൻ, ഞാൻ ഈ ചൂടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ പറയുകയാണ്. നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് തന്നെ സൂര്യൻ ആണ്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് സൂര്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും 2 സൂര്യൻ ഇവിടെ കത്തി നിൽക്കുന്നതിന്റെ ചൂടായിരിക്കും കേരളത്തിൽ ഉഷ്ണതരംഗമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സൂര്യൻ ഇപ്പം എന്തായാലും 19 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയതുകൊണ്ട് കേരളത്തിൽ കുറച്ച് ചൂട് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് അദ്ദേഹത്തോട് നന്ദിയും പറയുന്നു.